जल तीरा मनसा जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा गुरुदेवा जय गुरुदेव जय गौर हरि बोल नित्याय गौर हरि बोल नित्याय गौर हरि बोल हरि बोल नित्याय गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भवति श्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं लङ्घयति गिरिप्रवादं वन्दे शिवगुरुं दीनतारिणं यत्कृपालुं श्रीचैतन्यमीश्वरं यत्कृपालुं परमानन्दमाधवम्। ഹരേ കൃഷ്ണ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കാം ബ്രോ. ദയവായി പറഞ്ഞാൽ. നമുക്കിന്ന് വായിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് കാൻഡോ ഒന്നാമത്തെ കാൻഡോ ഒന്നാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകമാണ്. അപ്പോ സൂത ഗോസ്വാമിയെ വന്നിട്ട് എല്ലാവരും ആനയിച്ച് സീറ്റിലോട്ട് ഇരുത്തിയിട്ട് ശൗനകമുനികളുടെ ഹെഡായിട്ടുള്ള ഋഷിമാരെല്ലാവരും കൂടെ ചോദിക്കുകയാണ്. സോ ശൗനകമുനി ഋഷിയെ ഊച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് സ്റ്റാർട്ടിങ്. അപ്പൊ ഞാൻ ശ്ലോകം വായിക്കാം, വേർഡ് ബൈ മീനിങ് വായിക്കാം, ട്രാൻസ്ലേഷനും വിവർത്തനം വായിക്കാം, എല്ലാവരും കേട്ടിരിക്കാം. ഋഷയാ ഊചുഹു ത്വയാ ഖലു പുരാണാനി ഇതിഹാസാനി ചാനഘാ ആഖ്യാതാന്യഭിധീതാനി ധർമ്മശാസ്ത്രാണി യാനുതാ. വേർഡ് ബൈ മീനിങ്. ഋഷിമാർ ഊചുഹു അരുളി, ത്വയ അങ്ങയാൽ, ഖലു നിസംശയം, പുരാണാണി ദൃഷ്ടാന്ത സഹിത വ്യാഖ്യാനങ്ങളുടെ വേദാനുബന്ധങ്ങൾ, സ ഇതിഹാസാനി ചരിത്രാഖ്യാതികളോടെ, ച അനഘ സർവ അധർമ്മങ്ങളിൽ നിന്നും സ്വതന്ത്രമായ, ആഖ്യാതാനി വർണ്ണിച്ചു, അഭി എങ്കിലും, അതിതാനി പഠിച്ചത്, ധർമ്മശാസ്ത്രാണി ജീവിത പുരോഗതിക്കുതകുന്ന ഉചിതമായ മാർഗനിർദ്ദേശം നൽകുന്ന ശാസ്ത്രങ്ങൾ, യാനി ഇവയെല്ലാം, ഉത അരുൾ ചെയ്തു. വിവർത്തനം ശ്രീല പ്രഭുപാദി ജയ്. ഋഷിമാർ ഇപ്രകാരം അരുൾ ചെയ്തു: ആദരണീയനായ സൂത ഗോസ്വാമി, അങ്ങ് സർവ പാപങ്ങളിൽ നിന്നും വിമുക്തനും ഉചിതമായ മാർഗനിർദ്ദേശം ലഭിക്കയാൽ ധർമാനിഷ്ഠമായ ജീവിതചരണത്തിനുതകുന്ന സർവവേദ സാഹിത്യങ്ങളും പുരാണങ്ങളും ചരിത്രാഖ്യാതികളിലും സുഗ്രാഹ്യമുള്ളവനുമാണ്. മാത്രവുമല്ല അവയൊക്കെ അങ്ങ് സുഭക്ത്യവും സവിസ്തരവുമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു ഗോസ്വാമി അഥവാ ഉത്തമ വിശ്വാസ യോഗ്യനായ ശ്രീ വ്യാസദേവ പ്രതിനിധി നിശ്ചയമായും സർവവിധ പാപങ്ങളിൽ നിന്നും വിമുക്തനാണ്. കലിയുഗത്തിൽ മുഖ്യമായി 4 പാപങ്ങളാണുള്ളത്. 1 സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധം, 2 മാംസഭോജനം, 3 ലഹരി ഉപയോഗം, 4 പലതരം ചൂതുകളികളിൽ ഏർപ്പെടൽ. ഇവയാണ് വ്യാസാസനത്തിൽ ഉപവിഷ്ടനാകുന്നതിന്
ധൈര്യപ്പെടുന്നതിന് മുമ്പ് ഒരു ഗോസ്വാമി ഈ പാപങ്ങളിൽ നിന്ന് നിശ്ചയമായും സ്വതന്ത്രനായിരിക്കണം. മുകളിൽ പ്രസ്താവിച്ച സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തനാകാത്തവനോ നിഷ്കളങ്കമായ സ്വഭാവ മഹിമ ഇല്ലാത്തവനോ ആയ ഒരാളെ യാതൊരു കാരണവശാലും വ്യാസാസന പീഠത്തിൽ ഉപവിഷ്ടനാകാൻ അനുവദിക്കരുത്. എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായാൽ മാത്രം പോരാ, വെളിപ്പെട്ട സർവശാസ്ത്രങ്ങളിലും അഥവാ വേദങ്ങളിലും നിപുണനും ആയിരിക്കണം. പുരാണങ്ങളും രാമായണം, മഹാഭാരതം മുതലായ ചരിത്രാഖ്യാതികളിലും വേദങ്ങളുടെ ഭാഗമാണ്. ആചാര്യൻ അഥവാ ഗോസ്വാമി നിശ്ചയമായും ഈ സമസ്ത സാഹിത്യങ്ങളെയും കുറിച്ച് നല്ല ജ്ഞാനമുള്ളവനാകണം. അവയൊക്കെ ഗ്രഹിക്കുന്നതിനേക്കാളുപരി ശ്രവിക്കുകയും വിശദമാക്കുകയും ചെയ്യുകയാണ് അതിപ്രധാനം. ശ്രവണ കീർത്തനങ്ങളിലൂടെ മാത്രമേ വെളിവാക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളുടെ അഥവാ സാഹിത്യങ്ങളുടെ ജ്ഞാനം സാത്മീകരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ശ്രവണേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിനെ ശ്രവണമെന്നും വർണ്ണനകളെ കീർത്തനമെന്നും അഭിസംബോധന ചെയ്യുന്നു. ആത്മീയ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ഇരു പ്രക്രിയകളാണ് ശ്രവണവും കീർത്തനവും. യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്നും യഥോചിതമായ രീതിയിൽ വിനയാന്വിതമായ അതീന്ദ്രിയ ജ്ഞാനം ഗ്രഹിച്ച ഒരാൾക്ക് മാത്രമേ നൈസർഗിക ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീമദ് ഭാഗവത വിഷയത്തെ യുക്തമായ രീതിയിൽ സവിസ്തരവും സുവ്യക്തവുമായി വർണ്ണിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീല പ്രഭുപാദ് കീ ജയ്. നമുക്കിതിനകത്ത് പർപ്പട്ടില് പ്രഭുപാദ് എന്തൊക്കെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. പ്രഭുപാദ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അല്ലെങ്കിൽ സ്പിരിച്വൽ ഓർഗനൈസേഷനിലും കാണാത്തൊരു കാര്യമാണ്. എല്ലാവരും ഭയങ്കര ലിബറൽ ആയിരിക്കും. പക്ഷെ പ്രഭുപാദ് ഇവിടെ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭക്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്യാസാസനത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ 4 വിധ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം. ആ പാപങ്ങൾ എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം, മാംസഭോജനം, ലഹരി ഉപയോഗം, പലതരത്തിലുള്ള ചൂതുകളി. പലതരത്തിലുള്ള ചൂതുകളി എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഏത് രീതിയിലാവാം. കാശ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും, ഈവൻ ഗെയിം കളിച്ചാലും കാശ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചൂതുകളിയാണ്. അപ്പോ അതിൽ നിന്നെല്ലാം മാറിയിരിക്കണം. ഒരു ഭക്തനായിരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് മാറിയിരിക്കണം. ഗോസ്വാമി ലെവലിലാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അത് മാത്രമല്ല, ക്ലാസ് എടുക്കാൻ ഇരിക്കുന്ന ആള് വന്നിട്ട് സ്പോട്ട്ലെസ് ആയിരിക്കണം ക്യാരക്ടറിൽ. അതായത് നിഷ്കളങ്കമായിരിക്കണം, കളങ്കമില്ലാത്ത ഒരാളായിരിക്കണം വ്യാസാസനത്തിൽ ഇരിക്കുന്ന ഗോസ്വാമി. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നല്ല നൈപുണ്യം ഉണ്ടായിരിക്കണം. അതെല്ലാം വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കണം ആ നോളേജ് എടുക്കേണ്ടതെന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ കേട്ടിരിക്കണം. എവിടെ നിന്നാണ് റൈറ്റ് സോഴ്സ് എന്ന് കേട്ടിരിക്കണം. യഥാർത്ഥമായിട്ടുള്ള സോഴ്സ് എന്ന്, കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കേട്ട്. അത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളെ പരമ്പര ഏതാണ്, ഏത് പരമ്പരയിൽ നിന്ന് വരണം എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന ശ്രവണം എന്ന് പറയും പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ ആ കേൾക്കുന്നതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനെ നമ്മൾ വർണ്ണിക്കണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനെയാണ് കീർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ഭക്തി മുന്നോട്ട് പോകണം എന്നുണ്ട് പ്രഭുപാദ് അതിനകത്ത് എടുത്തു പറയാം. ഭക്തി മുന്നോട്ട് പ്രോഗ്രസീവായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, ഇതെല്ലാം നമ്മുടെ സ്വന്തം സ്വത്താണ്. ഭക്തന്മാരൊരിക്കലും പാർശ്വതാകാൻ പാടില്ല, ഭക്തന്മാരൊരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ പ്രോഗ്രസീവ് സ്പിരിച്വൽ ലൈഫിന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. ഒരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല, അബ്സല്യൂട്ട്ലി നോട്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ ലൈഫ് പ്രോഗ്രസ് ചെയ്യാൻ പ്രഭുപാദ് ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്, ഈ വിവരത്തിൽ എന്താണ് പറയുന്നത്, നമ്മള് ഈ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രവണവും കീർത്തനവും, നമ്മൾ ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കേൾക്കണം. ഭക്തിയെ പറ്റി കേൾക്കണം, ഭഗവാനെ പറ്റി കേൾക്കണം, എങ്ങനെ ഭക്തി മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മൾ കേൾക്കണം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് ആരാണ്? നമ്മുടെ ഗുരുമഹാരാജാണ്, സീനിയർ ഡിവോട്ടീസ് ആണ്. ഗുരുമഹാരാജ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഭക്തന്മാരാണ്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നോളേജ് നമ്മൾ എടുക്കണം. വാണി സേവ എന്ന് പറയും മഹാരാജിന്റെ, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ വാക്ക് സേവ. അദ്ദേഹത്തിന് ഡയറക്റ്റ് നമുക്ക് സേവ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കിന് നമ്മൾ സേവ ചെയ്യണം. ഓക്കെ.
അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ശ്രവണവും അത് ആ കേൾക്കുന്ന കാര്യങ്ങൾ കീർത്തനം ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം ആളുകൾക്ക്. ഓക്കെ, അപ്പൊ ഇത് ആർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സോഴ്സ് ഇതിന്റെ സബ്മിസീവ് വിനയത്തോടു കൂടി ആരാണോ കേൾക്കുന്നത് അവർക്ക് മാത്രമേ കറക്റ്റ് സോഴ്സ് ആയിരിക്കണം. 2, അത് വിനയത്തോടുകൂടി കേട്ടാൽ മാത്രമേ നമുക്ക് അടുത്തൊരാളിന് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. 2009 സെപ്റ്റംബർ 15 ഒരു ഗ്രന്ഥരാജിൽ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അത് വന്നിട്ട് സുദർശന മാതാജിനെ എഴുതി. അപ്പൊ മഹാരാജായിട്ടുള്ള ഒരു കോൺവെർസേഷൻസും പാസ്റ്റ് ടൈംസും കൂടെ ചേർത്തിട്ടുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരു വേർഡ് പറയുന്നുണ്ട് നമ്മുടെ ശ്ലോകത്തിനകത്തുള്ള ആഖ്യാതാനി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആഖ്യാതാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ വേർഡ്. അപ്പൊ നമ്മൾ ആ ഫർദർ ഡിസ്കഷന് പോകുന്നതിന് മുന്നേ നമുക്ക് പ്രണാംസ് പറഞ്ഞിട്ട് നമുക്ക് ഇനി ഫർദർ ഡിസ്കഷൻ. ഇപ്പൊ നമ്മൾ പ്രഭാതിന്റെ ശ്ലോകം ഇതെല്ലാം വായിച്ചു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശ്ശലാഖ്യ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം ചക്രിതം യേന ഭൂതലേ ദദാതി സുഖദാന്തയം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരം വിശ്വാംശ്ച ശ്രീരൂപം സാഗരജാതം സകലജീവാദിതം സജീവം സാദ്വൈതം സാവധൂതം പരിഗണസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദം സകലമിതാ ശ്രീ ശാകാംബിതാം ഹരേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാന്ത രാധാകാന്ത ശ്രീ തപ്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിശ്വാംസുദേ നമാമി ഹരിപ്രിയേ. തപ്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിശ്വാംസുദേ നമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുവിശ്യ കൃപാസിന്ധുഭ്യേ വിജവദാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഗദാധര ശിവാസാദി ഗൗരഭക്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം പ്രഭാതിന്റെ പർപ്പറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനു മുന്നേ എടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എപ്പോഴാണോ ഭഗവാനെ പറ്റി നമ്മൾ കേൾക്കാനായിട്ട് റെഡി ആകുന്നത്, നമ്മുടെ നമ്മുടെ റൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ശ്രദ്ധയോടുകൂടി വിനയത്തോടുകൂടി നമ്മൾ എപ്പോഴും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിനയത്തോടുകൂടി നമ്മൾ കേൾക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയ കമലങ്ങളില് ഭഗവാൻ വന്നിരിക്കുമെന്ന് പ്രഭാതിന്റെ പർപ്പറ്റിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രഭാത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഹൃദയ കമലങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം മാറ്റി വെക്കുക, കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പൊ എനിക്കറിയാം കുറെ പേര് ജോലിയിലായിരിക്കും, കുറെ പേര് ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് എന്തായാലും എല്ലാവരും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയ കമലങ്ങൾ ബാക്കിയുള്ള എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല, ഭഗവാന് വേണ്ടി കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഹൃദയം മാറ്റി വെച്ചേക്കാം. ഭഗവാൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇരിക്കട്ടെ. ഓക്കെ, അപ്പം എല്ലാവരും അടുത്ത കാര്യം നമ്മൾ പഠിച്ചെന്താണ്, സവിനയത്തോടെ കേൾക്കുക. പ്രഭാത് എന്താണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ വിനയത്തോടെ ഇതിനകത്ത് കേൾക്കുക. നമ്മളിപ്പോ കേട്ടു 4 നിയമങ്ങൾ പാലിക്കണം, നമ്മളെ ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ സ്വഭാവം വന്നിട്ട് നിഷ്കളങ്കമായിരിക്കണം, സ്പോട്ട്ലെസ് ആയിരിക്കണം, പുരാണങ്ങൾ ഇതിഹാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, റൈറ്റ് സോഴ്സും നമ്മളത് കേട്ടിരിക്കണം. നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് പ്രോഗ്രസീവ് ആയിട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണം, വിനയത്തോടു കൂടി നമ്മൾ അത് കേട്ടിരിക്കണം. ഓക്കെ, ശ്രവണവും കീർത്തനം ചെയ്യണം. എന്താണോ റൈറ്റ് സോഴ്സ് നമ്മൾ കേൾക്കണം, ഭഗവാനെ പറ്റിയും ഭാഗവതത്തിനെ പറ്റിയെല്ലാം നമ്മൾ കേൾക്കണം. അതിലുപരി നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പറയണം. ഭഗവാനെ പറ്റി നമ്മൾ കീർത്തനം ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ആർക്കാണ് ഭഗവാനെ പറ്റി കേട്ടിട്ട് പറയാൻ പറ്റുന്നത്, വിനയത്തോടു കൂടി യഥാർത്ഥമായിട്ടുള്ള സോഴ്സ് നമ്മൾ കേട്ടതിന് ശേഷം അങ്ങനെയുള്ളവർക്ക് മാത്രമേ, സബ്മിസീവ് ഹിയറിംഗ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ഭഗവാനെ പറ്റി ഭാഗവതം നോളേജ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കഷനിലേക്ക് വരാം. 2009 സുദർശന മാതാജി എഴുതിയൊരു മെയിലാണ്. അതിൽ പറയുന്നുണ്ട് ആഖ്യാതാനി എന്നുള്ള വേർഡ്, അത് എക്സ്പ്ലെയിൻസ്. അപ്പൊ ഇത് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് പ്രഭാത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക. ഡെവോട്ടീസിന് എല്ലാവരുടെയും അതിന് മഹാരാജ് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രഭാത് എല്ലാ അദ്ദേഹത്തിന്റെ ബുക്കുകളിലും എല്ലാ പർപ്പറ്റിലും പറഞ്ഞു നിങ്ങളിത് പഠിക്കണം, ഈ നോളേജ് നിങ്ങൾ പഠിക്കണം. പ്രഭാത് എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും കോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളിത് പഠിക്കണം, സ്റ്റഡി ചെയ്യണം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണോ അപ്പോഴെല്ലാം നിങ്ങൾ സ്റ്റഡി ചെയ്യണം. അതിലുപരി നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഈ പഠിക്കുന്നതിന് അതുപോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ആ സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്താണോ പഠിച്ചത് അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയും.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വന്ന് ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നു, കൂടുതൽ തലങ്ങളിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നത്. നമ്മുടെ ഗുരുമാരാജ് എപ്പോഴും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഏത് സമയത്തും ഭഗവാന്റെ ജ്ഞാനം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കണം. ഈ ഭാഗവത ജ്ഞാനം നമ്മൾ പഠിക്കണം. മഹാരാജ് നമ്മൾ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യും, എന്താണ്, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഭാഗവത ജ്ഞാനം പഠിക്കണം, എത്രയും പെട്ടെന്ന് പഠിക്കണം. മഹാരാജ് ഇവിടെ എന്താണ് പറയുന്നത്, നിങ്ങൾ ഏത് സമയത്തും ഭഗവാനെ പറ്റി ഭാഗവതം ജ്ഞാനം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞ അല്ല നമ്മൾ ക്വാളിഫൈഡ് അല്ല, ഞാൻ മഹാരാജ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ മെയിലിൽ പറഞ്ഞിട്ടുള്ളതാണ്, മഹാരാജ് പാസ്റ്റ് ടെൻസിൽ പറയുന്നത്, ഞാൻ ഇതിന് പറയാൻ ക്വാളിഫൈഡ് അല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് അതിനുള്ള ധൈര്യമില്ല പ്രഭു, ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഡിവോട്ടീസ്. പക്ഷെ മഹാരാജ് ഇവിടെ വളരെ എടുത്ത് പറയാനുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ബ്രഷ് ചെയ്യുന്നത് രാവിലെ, നിങ്ങൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഡ്രസ്സ് ഇടുന്നത്, നിങ്ങളെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ ആത്മാവിന്, സോളിന് നിങ്ങൾ ഫുഡ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇല്ലെങ്കിൽ അതാണ് അതിന്റെ നറിഷ്മെന്റ്. നമ്മൾ ഞാനെന്ന് പറഞ്ഞാലും ആ സോൾ ആണെന്നുള്ള നമ്മൾ പലപ്പോഴും മറന്നുപോകും. ആ നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, ഈ ഡെയിലി ഉള്ള പ്രാക്ടീസ്, നമ്മൾ ഈ പ്രിപ്പറേഷൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനൊരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ചെയ്യണം, ഭഗവാന് വേണ്ടി ചെയ്യണം, ഗുരുമഹാരാജിന്റെ സേവയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഡെയിലി നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ഡെയിലി ഭാഗവത പ്രാക്ടീസ് നമ്മളിപ്പോ 8 മണിക്ക് ചെയ്യുന്നുണ്ട്. 8 മണിക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഗുരുമഹാരാജിന്റെ കാരുണ്യം കൊണ്ട്, അവരവരുടെ ഗുരുമഹാരാജിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഗുരുമഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ആരും നമ്മുടെ കൈ നിട്ടൊന്നും പറയുന്നില്ല. എന്താണോ പ്രഭുപാദ് എഴുതിയിരിക്കുന്നത് അത് വായിക്കുന്നത്, അത് പറഞ്ഞു തരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അത്രേ ചെയ്യുന്നുള്ളൂ. കൈ നിട്ടാനായിട്ട് നമുക്ക് ക്വാളിഫിക്കേഷനിൽ നമുക്ക് അതിനുള്ള നോളേജും ഇല്ല. നമുക്ക് എല്ലാവരും നമ്മൾ അസസ് ചെയ്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഇൻസിഗ്നിഫിക്കന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറയുന്ന നേരത്ത് ആരും ശ്രദ്ധിക്കാത്ത, ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. സത്യം അതാണ്. നമ്മൾ നാളെ ഇരുന്ന് മരിച്ചുപോയി കഴിഞ്ഞാല്, ഇപ്പൊ ഈ നിമിഷം ഞാൻ ഉൾപ്പെടെ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാല് എത്ര പേര് കരയും? കുറച്ച് പേര് കരയും, വിഷമം ഉണ്ടാവും. അത്രയ്ക്കും ഇന്റിമേറ്റ് ആയിട്ടുള്ളവർക്ക് വിഷമം ഉണ്ടാവും. ഭക്തന്മാർക്ക് അറിയാൻ പാടില്ലെന്നാണ്. കാരണം ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ഇതിലോട്ട് പോകുന്നു. ബുദ്ധിമാന്മാർ ഇതിനു വേണ്ടി വിലപിക്കാറില്ലെന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ കരയും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, അവർക്ക് വിഷമം ഉണ്ടാവും. കാര്യം അവരുടെ താങ്ങും തണലുമായിരുന്നു. അല്ലെ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് കരയും. അങ്ങനെ ഒരു നാട്ടുനടപ്പാണ്. ഇതിങ്ങനെയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളെ കുടുംബത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ കരയും. പക്ഷേ എത്ര നാൾ കരയും? അവരവർക്ക് അവരവരുടെ ലൈഫിന് വേണ്ടി അവർക്ക് എല്ലാവർക്കും പോയേ പറ്റുള്ളൂ. അതാണ് സത്യം. അടുത്ത ഇതിൽ പോയേ പറ്റുള്ളൂ. നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, അതാണ് സത്യം. നമ്മളെ പോലെ നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യ ആയാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും അവരും ഏതോ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ സോളാണ്. അവർ വേറെ ഏതോ ആത്മാവാണ്. നമ്മുടെ കർമ്മബലം കൊണ്ട് അവരുടെ ജനിച്ചു, അവരെ കർമ്മബലം കൊണ്ട് നമ്മളോട്ട് അവരുമായിട്ട് കണക്ട് ആയത്. ഈ ജന്മത്തിൽ അവർ നമ്മളോട്ടുള്ള കണക്ഷൻ പോയി. ശരീരം ഉപേക്ഷിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു, അതോടെ തീർന്നു. എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നമ്മൾ പിന്നെ ആളുകളെ കാണാന്നുള്ളത്? ഒരു ഭക്തൻ മഹാരാജൻ ഡിസൈപ്പിൾ പറയുണ്ടായി, നമ്മൾ ഒരാളിനെ അടുത്ത് മറ്റൊരാളുടെ ദയോടുകൂടി എങ്ങനെ പെരുമാറും, എന്തുകൊണ്ട് അവരുടെ ദയ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ, ഈ ജന്മത്തിൽ നമ്മൾ ഒരാളെ കാണുന്ന സംസാരിക്കുന്നത്, ഇനി അയാളെ നമ്മൾ കാണുമെന്നോ, ഇനി അടുത്ത ജന്മം കാണുമെന്നോ, ഇനി എത്ര ലക്ഷം ജന്മം എടുത്താൽ കാണുമെന്നോ യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമുക്കതിനുള്ള ഓർമ്മയും കാണൂല. ഇപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചാലോ ക്ഷമിക്കുക, വിട്ടേക്കുക. നമ്മള് അതിനൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റാതെ അതങ്ങ് സിമ്പിൾ ആയിട്ട്. കാരണം നമ്മളെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, നമുക്കേ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഭഗവാന്റെ ദാസനാവാനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്ഥായിയായ ഭാവം. നമ്മൾ അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കാൻ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭാഗവതം പഠിക്കുന്നത്, അതിന് ജസ്റ്റ് ബാക്കിയുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. എന്താണോ പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, മഹാരാജ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മുടെ പൊസിഷൻ ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഹൃദയകമലങ്ങൾ, എല്ലാവരുടെയും ഹൃദയകമലങ്ങളിൽ ഭഗവാൻ ഉണ്ടാവും. കാരണം നമ്മൾ ഏത് നിമിഷമാണോ നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ഭഗവാനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ ഹൃദയകമലങ്ങളിൽ ഭഗവാൻ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ആരുണ്ട്? ഭഗവാനുണ്ട്, ജഗന്നാഥനുണ്ട്, കൃഷ്ണനുണ്ട്. മഞ്ഞ പട്ടുടുത്തിരിക്കും ഭഗവാൻ, ഉത്തരീയം ഉണ്ടായിരിക്കും ഭഗവാന്,
മയിൽപീലി ഉണ്ടായിരിക്കും. ഭഗവാന്റെ നിറം വന്നിട്ട് നീല കളറായിരിക്കും. സ്കൈ ബ്ലൂ എന്നാണ് പറയുന്നത് ഭഗവാന്റെ നീല കളർ വന്നിട്ട്. ഭഗവാന്റെ കാർപ്പൂന്തൽ ഉണ്ടായിരിക്കും. നല്ല കൺപീലി ഉണ്ടായിരിക്കും ഭഗവാന്. ഈ പറയുമ്പോ തന്നെ എല്ലാവരുടെ ഹൃദയകമങ്ങളിൽ ഭഗവാൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതില് മാതാജി വന്നിട്ട് അതിൽ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഭഗവത്ഗീത 68-69 ശ്ലോകം. അതിൽ ഭഗവാൻ വന്നിട്ട് പറയാനുണ്ട്, ആരാണോ ഈ പരമജ്ഞാനം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഈ അവർക്ക് ഭഗവാൻ ഫസ്റ്റ് ഗ്യാരണ്ടി പറയുന്നത് എന്റെ അടുത്തേക്ക് അവർ തിരിച്ചു വരും. ഈ രഹസ്യം അത് 18ാമത്തെ അധ്യായത്തിൽ അവസാനമാണ് ഭഗവാൻ പറഞ്ഞത്, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അർജുന, ഈ പരമമായ സത്യം, ഈ സീക്രട്ട്, എന്റെ ഡിവോഷൻ സർവീസ്, എന്നെയാണ് പ്രാപിക്കേണ്ടതെന്നുള്ള ജ്ഞാനം ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഞാൻ ഫസ്റ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത് അവരെന്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ. രണ്ടാമത് ഭഗവാൻ പറയുന്നത്, ഇതിലും ഇപ്പൊ എന്റെ ഒരു സേവകൻ, ഇതിലും വലിയൊരു സേവകൻ വേറെ ഇല്ല. ആരാണോ എന്നെ പറ്റി ഈ ജ്ഞാനം, ഈ ഭാഗവത ജ്ഞാനം, ഭഗവത്ഗീത ജ്ഞാനം ആരാണോ ഞാൻ സുപ്രീമാണെന്ന് പറഞ്ഞു കൊടുത്ത് ഈ ഭാഗവതത്തിന്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത്, അതിലും വലിയ പ്രിയപ്പെട്ടവനായിട്ടുള്ള സേവകൻ എനിക്ക് വേറെ ഇല്ല എന്ന് പറഞ്ഞു. ജയിച്ചു പെരുന്നാളുള്ള സുബ്രഹ്മണ്യാക്കി ഗവൺമെന്റ് ആക്കി. അപ്പൊ ഇതിലും വലിയ സേവകൻ എനിക്ക് വേറെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ശ്രവണത്തിന്റെയും കീർത്തനത്തിന്റെയും ഇമ്പോർട്ടൻസ്, അതാണ് നമ്മൾ ഇന്ന് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആ മെയിലിലെ കണ്ടന്റ് ഇത്രയാണ്. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഭാഗവതം ഞാൻ നല്ലപോലെ കേൾക്കുക, നമ്മൾ പഠിക്കുക, അതിലുപരി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് റൈറ്റ് സോഴ്സ് ഉണ്ട് കേൾക്കാനായിട്ട്. നമുക്ക് കേൾക്കാനായിട്ട് അമൃതവാണി മൊബൈൽ ആപ്പ് ഉണ്ട്, അതിനകത്ത് മഹാരാജന് ഇഷ്ടംപോലെ ലെക്ചേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ കേൾക്കുക. ഓക്കെ. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് പണ്ഡർപൂർ, പാണ്ഡുരംഗൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൂനെയിലാണ്. പണ്ഡർപൂരില് 13th സെഞ്ചുറിയിൽ ഒരു 1300 അങ്ങനെയല്ലേ പറയുന്നത്, 13ാം നൂറ്റാണ്ടില് ഒരു ഭക്തയുണ്ടായിരുന്നു. ആ ഭക്തയുടെ പേര് വന്നിട്ട് സഖുബായി എന്നാണ്. അപ്പോ സഖുബായി വന്നിട്ട് സിഞ്ചിരിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പണ്ഡർപൂർ അടുത്ത് ഇപ്പോഴും സ്ഥലം സിഞ്ചിരൂണിപുരം അങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ ഒരു വളരെ ധനികനായ ഒരു ആളുണ്ടായിരുന്നു, ഗംഗാധർ റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ. അദ്ദേഹം വന്നിട്ട് പാണ്ഡുരംഗന്റെ ഭയങ്കര ഭക്തനാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ട് കമലാബായി. ഇവർ ഭയങ്കര ഭക്തരാണെങ്കിലും അവർക്ക് വന്നിട്ട് കുട്ടികളില്ല. അപ്പം അവർക്ക് ഭയങ്കര വിഷമം. അവർ വന്ന് ഡെയിലി പാണ്ഡുരംഗനെ വന്നിട്ട് പ്രാർത്ഥിക്കും, പാണ്ഡുരംഗനെ ഭജന ചെയ്യും. എന്നാലും വിട്ടല 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 പാണ്ഡുരംഗ രംഗനാഥ വിട്ടല ശ്രീനിവാസ വിട്ടല 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 ശ്രീഹരി വിട്ടല പാണ്ഡുരംഗ. അവർക്ക് കീർത്തനം ചെയ്യാ, ഭഗവാന്റെ സേവ ചെയ്യാ. ഭയങ്കര കാശുകാരാണെങ്കിലും അവര് ദാസന്മാരാണ്, ഭഗവാന്റെ ദാസന്മാരായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഭഗവാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ശുദ്ധ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ കേൾക്കുമെന്നാണ് പറയുന്നത്. അതെ, ഭഗവാൻ കേട്ടു. അദ്ദേഹത്തിന് സാക്ഷാൽ പാണ്ഡുരംഗൻ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവി അദ്ദേഹത്തിന് ദർശനം കൊടുത്തു, സ്വപ്നം ദർശനം കൊടുത്തിട്ട് എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കും, ഒരു പെൺകുഞ്ഞ് ജനിക്കും, വളരെ വലിയൊരു ഭക്തയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഭയങ്കര സന്തോഷമായി, ഉറക്കത്തിൽ തന്നെ ചാടി എഴിച്ച് കീർത്തനം ചെയ്യാൻ തുടങ്ങി, വിട്ടല 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 പാണ്ഡുരംഗ. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ ജെട്ടി അടിച്ച് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പൊ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോ അവർക്ക് വളരെ സുന്ദരിയായിട്ടുള്ള നല്ലൊരു പെൺകുട്ടി ജനിച്ചു. അപ്പൊ അവര് ആ പെൺകുട്ടിക്ക് പേരിട്ടു സഖുബായി. ഓക്കെ, സഖുബായി എന്നാണ് പേരിട്ടത്. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടി വന്നിട്ട് ഒരുവിധം സംസാരിക്കാനൊക്കെ തുടങ്ങി, ഒരുവിധം നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഭഗവാനുമായിട്ട് ഭയങ്കര ഭക്തി. എങ്ങനെയാണോ അച്ഛനും അമ്മയും ഭക്തി ചെയ്യുന്നത് കണ്ട് പ്രാക്ടീസ് ചെയ്തത്, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭയങ്കര ഭക്തയാണ്, വിട്ടല ഭഗവാന്റെ ഭയങ്കര ഭക്തയാണ്. എപ്പോഴൊക്കെ സമയം കിട്ടുമോ ഈ കുട്ടി വന്നിട്ട് കീർത്തനം ചെയ്യും. എന്താണോ അച്ഛനും അമ്മയിലെന്നും കേട്ടത്, ആ ഭക്തരെന്ന് കേട്ടത്, അത് കീർത്തനം ചെയ്യും. വിട്ടല 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 പാണ്ഡുരംഗാന്ന് എപ്പോഴും പാടിക്കൊണ്ടേ നടക്കും. പാടിക്കൊണ്ട് നടന്നിട്ട് കണ്ണീര് വരും ഈ കുട്ടിക്ക്. കണ്ണീര് വന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും. അപ്പൊ ഈ പാടിപ്പാടി ഭയങ്കര മധുരമായ സൗണ്ട്. ഇത് ആളുകൾ കേട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടി. അവിടെ ഉള്ള ആളുകളും ഇത് കീർത്തനം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഭക്തിമയമായി. കാര്യം
എല്ലാവർക്കും അതിശയമാണ്, എങ്ങനെയാണ് ഈ കൊച്ചുകുട്ടി ഇത്രയും ഭക്തി ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഇരിക്കാൻ നേരത്തെ ഇവര് കൊച്ചുകുട്ടികൾ അറിയാം, ഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടികൾ കളിക്കും. കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മണ്ണുള്ള വീടാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ മണ്ണിൽ ഉണ്ടാക്കി കളിക്കും. കൊച്ചുകുട്ടികൾ, ഇപ്പൊ എന്റെ മകളായാലും ഞാൻ കാണുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും മണ്ണിൽ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണം, വീടുണ്ടാക്കണം, അങ്ങനെയൊക്കെ. അതുപോലെ ഈ കുട്ടിയും എന്ത് ചെയ്യും, ഒരു സാൻഡ് കാസൽ ഉണ്ടാക്കും, മണ്ണ് കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഇത് ഡെയിലി കാണുന്നുണ്ട്. ശുദ്ധഭക്തന്മാർ എന്ത് ചെയ്താലും ഭഗവാൻ അത് കേൾക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൃദയകമലങ്ങളിൽ ഭഗവാൻ വരും. ഇപ്പൊ സാക്ഷാൽ പാണ്ഡുരംഗൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ അവസാനം ശരി പോയി സക്കുബായിയെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് സക്കുബായിയെ കാണാനായിട്ട് വയസ്സായ ഒരാളിന്റെ വേഷത്തില് കാലില് തളയൊക്കെ ഇട്ട്, എങ്ങനെയാണോ പാണ്ഡുരംഗൻ അവിടെ നിൽക്കുന്നത്, തളയൊക്കെ ഇട്ട് ആ ധോത്തി, ആ മറാഠി സ്റ്റൈലിൽ ധോത്തിയൊക്കെ കൊടുത്ത് വലിയ തിലകമൊക്കെ ഇട്ട് ഒരു വീണയും നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുമല്ലോ നമ്മള്, രണ്ട് കർത്താല് പോലെ അതിനകത്തുള്ള അതും കൊണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ അതുവഴി വന്നിട്ട് ഈ നടന്നു പോയിട്ട് എന്ത് വെച്ചാൽ ഈ കൂടാരം ഉണ്ടാക്കിയില്ല, അതങ്ങ് ചവിട്ടി പൊട്ടിക്കും. ഒറ്റ ചവിട്ട് കൊടുക്കും ഭഗവാൻ. ഒരുവിധം ഭക്തന്മാരല്ല ഭക്തിയിൽ വന്ന് സീരിയസ് ആയതിനു ശേഷം ഭഗവാന്റെ ചവിട്ട് കിട്ടാത്തവരായിട്ട് കുറവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയൊരു ചവിട്ടെങ്കിലും ഭഗവാൻ നമുക്ക് തരും. അത് ഭഗവാന്റെ പ്രസൻസ് നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും ലൈഫിൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മഫലമാണ്. നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ ചവിട്ടൊക്കെ കിട്ടുന്നത്. ആ വലിയ ചവിട്ട് ഭഗവാൻ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് ചെറിയ ചവിട്ടായിട്ട് നമുക്ക് തട്ടിത്തരുന്നത്. പക്ഷെ അതുപോലും ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ മനസ്സിലായിക്കോളുക. ഓക്കെ, അതുപോലെ ഇവിടെ എന്ത് ചെയ്ത് നമുക്ക് ഭഗവാൻ ചവിട്ടി തരുന്നത് പോലല്ല, ശക്കുബായിക്ക് വന്നിട്ട് ആ മൺകൂടാരത്തിലാണ്, ആ കൊട്ടാരത്തിനെ ചവിട്ടി പൊട്ടിച്ചു. ഇത് കണ്ടതും ശക്കുബായിക്ക് ദേഷ്യം വന്നു. കൊച്ചുകുട്ടിയാണ്, എന്ത് പറയും, ഇങ്ങനെ ഇടിക്കും, കാലുകൊണ്ട് തറയിൽ ഇങ്ങനെ ചവിട്ടും, എന്നിട്ട് ഇങ്ങനെ ആക്കും. യൂഷ്വലി കുട്ടികളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, അവരും ഇതൊക്കെയാണ് കണ്ടുപഠിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, സക്കുബായി പറയോ, എന്റെ സ്വാമി താങ്കൾ എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിക്കും. അപ്പൊ പറയും, അയ്യോ ഞാൻ കണ്ടില്ല എന്ന് പറയും. അതെങ്ങനെ കാണാതെ പോകും, ഇത്രയും വലിയ കൊട്ടാരമല്ല ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളൊരു സ്വാമിയല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് ചോദിക്കും. അപ്പൊ സക്കുബായി അദ്ദേഹം പറയും, ക്ഷമിക്കണം, ഞാൻ ഈ വിട്ടല ഭക്തനാണ്, എനിക്ക് ഈ വിട്ടല 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 പാണ്ഡുരംഗ എന്ന് പാടിക്കൊണ്ട് പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് വേറെ ഒന്നും ഓർമ്മ വരത്തില്ല, ഞാൻ അങ്ങനെ ആ അതീന്ദ്രിയ അവസ്ഥയിൽ ഞാൻ അറിയാതെ ചവിട്ടി പോയതാണ്. അപ്പം സക്കുബായി പറയും, നിങ്ങൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു, സംസാരം കേൾക്കാൻ ഭയങ്കര രസം, പക്ഷെ തെറ്റ് തെറ്റല്ലാണോ, അതിന് മാറ്റമില്ല, ഇതിന് നിങ്ങൾ ശിക്ഷ എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോ അദ്ദേഹം പറയും, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ, എന്നെ ഇനി വിട്ടൂടെ, എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇല്ലില്ല, ഇതിന് പണിഷ്മെന്റ് ഉണ്ട്. ഭഗവാൻ ചിരിച്ചോണ്ട് പതുക്കെ പറയും, എന്നാ ശരി പണിഷ്മെന്റ് പറയാന്ന് പറഞ്ഞു. സക്കുബായി പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, പക്ഷെ സക്കുബായിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അപ്പൊ സക്കുബായി ചിന്തിക്കും, എന്ത് പണിഷ്മെന്റ് കൊടുക്കാം. അപ്പൊ പറയാം, തമ്പുരു ഇങ്ങി തരാൻ പറയും. തമ്പുരു തന്നിട്ട് ഞാൻ പണിഷ്മെന്റ് പറയാന്ന് പറയും. അപ്പൊ തമ്പുരു കൊടുക്കും, പക്ഷെ സക്കുബായിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പൊ ഭഗവാൻ എന്ത് പറയാം, ശരി ഞാനൊരു കാര്യം ചെയ്യാം, സക്കുബായിക്ക് ഞാൻ വീണ പഠിപ്പിച്ചു തരാന്ന് പറയും. അങ്ങനെ അദ്ദേഹം സക്കുബായിക്ക് വീണ പഠിപ്പിച്ചു കൊടുക്കും. ഭഗവാനാണ്, സാക്ഷാൽ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് പെട്ടെന്ന് പഠിച്ചു. എന്നിട്ട് സക്കുബായിക്ക് വന്നിട്ട് അദ്ദേഹം അഷ്ടാക്ഷര ജപം പഠിപ്പിച്ചു കൊടുക്കും, അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തന്നെ ആ കുട്ടി പഠിക്കുകയും ചെയ്യും. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, സ്റ്റോറീസിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹിസ്റ്ററിയിലേക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അഷ്ടാക്ഷര ജപം പറഞ്ഞു കൊടുക്കും. അപ്പൊ അഷ്ടാക്ഷര ജപം കുട്ടി അത് പറയാൻ തുടങ്ങി. എന്നിട്ട് പറയും, നീ നല്ല രീതിയിൽ പാടണം, ഡെയിലി പാടണം, ഇത് വളരെ നല്ലതാണ്, ഭഗവാന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ഞാനൊരു കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞ് ഗജേന്ദ്ര മോക്ഷം കഥ ഫുള്ളായിട്ട് സക്കുബായിക്ക് പറഞ്ഞു കൊടുക്കും. സക്കുബായി ഏത് സോഴ്സ് എന്നാണ് കേൾക്കുന്നത്, റൈറ്റ് ആയിട്ടുള്ള സോഴ്സ് എന്നാണ്, സാക്ഷാൽ ഭഗവാൻ എന്നാണ് കേൾക്കുന്നത്, ഡയറക്റ്റ് സോഴ്സ് എന്നാണ് കേൾക്കുന്നത്. ഇത് കേട്ടിട്ട് സക്കുബായിക്ക് കണ്ണിന്ന് വെള്ളം വരും. ഭഗവാൻ ഇങ്ങനെ വന്നോ, ഒരു ഒരു ആനയ്ക്ക് വേണ്ടി ഭഗവാൻ ഇങ്ങനെ വന്നോ, ഒരു ഭക്തന് അദ്ദേഹത്തിന്റെ പഴയ ജന്മങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഓർമ്മിച്ചു കൊടുത്തോ, ഇത്രയും കാരുണ്യമാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് അദ്ദേഹം പറയും, വേണമായിരുന്നു, സമയമായി, ഞാൻ പോകുന്നു എന്ന് പറയും. അപ്പൊ എവിടെ പോകുന്നു ചോദിക്കും. അപ്പൊ പറയും, ഞാൻ വന്നിട്ട് പണ്ടർപൂർ പോവേണ്, പാണ്ഡുരംഗനെ കാണാൻ പോണം. അപ്പൊ ഇത് കാണും ഭയങ്കര സന്തോഷമായി. ഇവരെ ഞാൻ കുഞ്ഞാണ്, ഞാൻ എങ്ങനെ വരുമെന്ന് ചോദിക്കും. അപ്പൊ പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് ഭഗവാനെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞുതരാം, ഭഗവാൻ എങ്ങനെ ഇരിക്കും, എന്ത് ഡ്രസ് ഇടും, ഭഗവാൻ എന്ത് കാരുണ്യവാനാണ്, രുക്മിണി ദേവി എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം പറഞ്ഞുതരാന്ന് പറയും.
എന്നിട്ട് ഇദ്ദേഹം പോവും. പക്ഷേ ഭഗവാൻ തിരിച്ചു വരില്ല. അപ്പോ കാലങ്ങൾ കഴിഞ്ഞു പോകും തോറും ഈ ഭഗവാനെ കാണണം, ആ സ്വാമി ഇപ്പൊ വരും, ഭഗവാനം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വളർന്ന് ഈ കുട്ടിയും വളർന്നു. അതിനനുസരിച്ച് ആ കുട്ടിയുടെ ആഗ്രഹവും വളർന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടിയുടെ മനസ്സിൽ പാണ്ഡുരംഗനല്ലാതെ വേറെ ആരുമില്ല. കല്യാണ പ്രായമായി. അപ്പൊ അച്ഛനും കല്യാണം ആലോചിക്കുമ്പോൾ എന്ന് പറയും, എനിക്ക് പാണ്ഡുരംഗനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി. എന്റെ ഭർത്താവ് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. എല്ലാ ലോകത്തിനെയും, ഈ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും നാഥനാരാണ്? ഭഗവാനാണ്. എനിക്ക് ഭഗവാനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ വൻ പ്രശ്നമാവും. അവസാനം നിർബന്ധമില്ല. കാരണം എന്ത് സംഭവിക്കും? നിർബന്ധമില്ല, കാര്യം ഓക്കെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറയും. അങ്ങനെ കൃഷ്ണ ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ സക്കുബായി വന്നിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാലും സക്കുബായിയുടെ മനസ്സിൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്, വിഠല ഭഗവാനാണ്. വിഠലല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം വീട്ടു ജോലികളെല്ലാം ചെയ്യും. അവിടെ വന്നിട്ട് അമ്മായിയമ്മ കുറച്ച് പ്രശ്നമാണ്. അമ്മായിയമ്മ പണ്ടത്തെ കാലങ്ങളിൽ കാശാരുടെ വീട്ടിലെല്ലാം ഉള്ളൊരു സ്ഥിരം സംഭവമാണ്. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ കുറച്ച് ഡോമിനേറ്റഡ് ആണ്. എല്ലാ സ്ഥലത്തും ഇല്ല, എന്നാലും കുറെ സ്ഥലങ്ങളിലുണ്ട്. പണ്ടത്തെ കാലങ്ങളാണ്. അപ്പൊ എപ്പോഴൊക്കെ സമയം കിട്ടുമോ സക്കുബായി എന്ത് ചെയ്യും? ഭഗവാന്റെ കീർത്തനം പാടി ഡാൻസ് ചെയ്യും. എങ്ങനെയാണോ വീട്ടിൽ ചെയ്ത് അതുപോലെ ചെയ്ത് രോമാഞ്ചം ഉണ്ടാവും, കണ്ണീര് വരും. കൃഷ്ണ, ജഗന്നാഥ, പാണ്ഡുരംഗ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കീർത്തനം ചെയ്യും. വിട്ടല 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 പാണ്ഡുരംഗ, വിട്ടല ശ്രീഹരി പാണ്ഡുരംഗ, ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. പാടുന്നതനുസരിച്ച് എന്ത് പറ്റും? ചിലപ്പോൾ ബോധം കിട്ടൊക്കെ വീഴും, എന്നാൽ എക്സ്ട്രസിയിലങ്ങ് വീഴും. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മായിയമ്മ ഇത് കാണുന്നത് അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വരും. അവർ കാണാതെയാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും അവർ കാണുമ്പോൾ എന്തൊരു എല്ലാം അടി കൊടുക്കും, ഒരുപാട് ഉപദ്രവിക്കും. വീട്ടു ജോലി നല്ലപോലെ ചെയ്യിക്കും. പോയി തൂക്കാൻ പറയും, തുടയ്ക്കാൻ പറയും, പോയി പശുവിനെ കറക്കാൻ പറയും. ഒരു വളരെ ധനികനായ വീട്ടിന്റെ ഒരാളുടെ വീട്ടിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് സക്കുബായി ചെയ്യുന്ന ജോലി ഇതല്ല, തറ തുടയ്ക്കും, ഇങ്ങനെയുള്ള ജോലി എല്ലാം ചെയ്യിപ്പിക്കും. ഇത് ചെയ്യുമ്പോൾ സക്കുബായി എന്താണ് ചെയ്യുന്നത്? വിട്ടല 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 പാണ്ഡുരംഗ, വിട്ടല ശ്രീഹരി പാണ്ഡുരംഗ. ഭഗവാൻ മാത്രമേ മനസ്സിലുള്ളൂ. എങ്ങനെയാണോ റൈറ്റ്സ് വേഴ്സ് നിന്ന് കേട്ടത്, എങ്ങനെയാണോ വിനയത്തോടു കൂടി ഭഗവാനിൽ നിന്ന് കേട്ടത്, ആ വയസ്സായ ആളിൽ നിന്ന് കേട്ടത്, എങ്ങനെയാണോ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ശ്രവണം ചെയ്തു സക്കുബായി, അതനുസരിച്ച് നമ്മളിപ്പോ ശ്ലോകത്തിൽ പറഞ്ഞ കീർത്തനം ചെയ്യാണ്. ഇതിപ്പോ ആരൊക്കെയാണോ സക്കുബായിട്ട് കണക്റ്റഡ് ആവുന്നത് അവരെല്ലാവരും പാണ്ഡുരംഗന്റെ ഭക്തരാണ്. അവരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഭഗവാനെ കീർത്തൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, ജപിക്കാൻ തുടങ്ങി. ഭഗവാന്റെ നാമങ്ങള്, അഷ്ടാക്ഷര മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഗജേന്ദ്രന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഭക്തിയിൽ മുഴുകി നിൽക്കുകയാണ്. അപ്പൊ ഇത് കാണുന്നതനുസരിച്ച് ഈ അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വരെയാണ്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു ദിവസം പോയി വെള്ളം എടുത്തിട്ട് വരാൻ പറയും. കുളത്തിൽ പോയി കുടത്തിൽ വെള്ളം എടുത്തിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ പാണ്ഡുരംഗനെ കാണാൻ കുറച്ച് ഭക്തന്മാർ പോവുകയാണ്. അപ്പൊ അവരെ എവിടെ വെച്ച്, നിങ്ങൾ എവിടെ പോയി? കീർത്തനം കേട്ടിട്ട് ഓടുകയാണ്. അപ്പൊ നിങ്ങൾ എവിടെ പോകുന്നു ചോദിക്കുന്നത്, പാണ്ഡുരംഗനെ കാണാൻ പോവുകയാണ്. അപ്പൊ ചോദിക്കും, ഞാനിവിടെ വരട്ടെ, ആഷാഢ ഏകദേശിയിൽ ഞാൻ വരുന്നത്, എനിക്ക് ഭഗവാനെ കാണണമെന്ന് പറയും. അപ്പൊ ഇവരെല്ലാം അതിശയം, ഇത്രയും ഭക്തിയുള്ള ആളുകളുണ്ടോന്ന്. കാരണം അത് പറയുമ്പോഴേ കണ്ണീരൊഴുകുന്ന, ഭഗവാനെ കാണണം. അവർ നോക്കുന്ന നേരത്ത് ശ്വാസം മുട്ടുന്ന്, ഭഗവാനെ കാണാനായിട്ടുള്ള വെമ്പല്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാൻ, നിങ്ങൾ വരുമെന്ന് പറയും. നേരെ ഭർത്താവിനെ ചെന്ന് ചോദിക്കും, എനിക്കൊന്ന് പാണ്ഡുരംഗനെ കാണാൻ പോകണം, ഇങ്ങനെ ഭക്തന്മാർ പോകുന്നുണ്ട്, എന്നെ ഒന്ന് വിടുവോന്ന് ചോദിക്കും. അപ്പൊ ഭർത്താവ് പറയാം, അതൊന്നും പറ്റത്തില്ല, കുറച്ച് സമയം കഴിയട്ടെ, ഇപ്പൊ സമയമല്ല, ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറയും. അപ്പം ഇല്ലില്ല, പറ്റില്ല, എനിക്ക് ഇപ്പൊ പോകണം, എനിക്ക് ഇനി സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭഗവാനെ കണ്ടേ പറ്റുള്ളൂ എന്ന് വീണ്ടും അതിന്റെ കാല് വരെ പിടിക്കും. ഇത് കുറെ നേരം ആവാൻ നേരത്ത് ഭർത്താവിന് ദേഷ്യം വരും. കൃഷ്ണശർമ്മ എല്ലാം അടി കൊടുക്കും, തലന്ന് വിലങ്ങും അടി കൊടുക്കും. നമുക്ക് ചെറിയൊരു അടി കിട്ടിയാൽ നമുക്ക് എന്ത് ദേഷ്യം വരും? സക്കുബായി ഒരുപാട് ഉപദ്രവിക്കും. നമുക്ക് തിരിച്ചു തല്ലാൻ പറ്റുമെങ്കിൽ, ഒരുവിധ ആരോഗ്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചു തല്ലും. സക്കുബായി അങ്ങനെയൊന്നും ചെയ്തില്ല. സക്കുബായി കരഞ്ഞ് ഭഗവാനെ വിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സക്കുബായി കൊണ്ടുവന്ന് അകത്ത് റൂമിൽ ഒരു തൂണില് കെട്ടിയിടും, ഒരു കയറ് വെച്ചിട്ട് കെട്ടിയിടും. എന്നിട്ട് പറയും, നീ ഇനി ഇവിടെ നിൽക്കണം, ഇതാണ് നിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഡോർ അടച്ചിട്ട് പോകും. ഇദ്ദേഹം ഡോർ അടച്ചിട്ട് പോകുമ്പോൾ എന്ത് പറ്റും? സക്കുബായി അവിടെ നിന്ന് കരയാണ്, പാണ്ഡുരംഗാന്ന് വിളിച്ച് കരയാണ്. ഭക്തന്മാരുടെ ഹൃദയം നിർമ്മലമാണ്, അവര് 4 യമനിയമങ്ങൾ പാലിക്കുന്നുണ്ട്, അവര് പാപങ്ങൾ ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ ഭഗവാന്റെ കീർത്തനം നമ്മൾ കേൾക്കുന്നത്, റൈറ്റ് സോഴ്സ് നിന്ന് കേൾക്കുന്നത്, അത് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഈ ശ്ലോകത്തിൽ എങ്ങനെയാണോ പഠിച്ചത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തും, ആദ്യത്തെ കാര്യം. 2, എന്താണ് പറഞ്ഞത്? അവരെക്കാട്ടിലും പ്രീതിയുള്ള ആൾ എനിക്ക് വേറെ ഇല്ല. അപ്പൊ സക്കുബായി ഭഗവാന്, പാണ്ഡുരംഗന്, കൃഷ്ണന്, ജഗന്നാഥന് എന്തുമാത്രം പ്രീതിയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചിലിനേ മുതല്
കേട്ട കാര്യങ്ങൾ കീർത്തനം ചെയ്യണം, പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഗജേന്ദ്ര മോക്ഷം അറിയാൻ ആരൊക്കെയാണോ സക്കുബായിയുടെ അടുത്ത് വരുന്നത് അവർക്ക് എല്ലാവരും ഗജേന്ദ്ര മോക്ഷം അറിയാം, ഭഗവാനെ പറ്റി അറിയാം, ഭഗവാന്റെ കീർത്തനങ്ങളെ പറ്റി അറിയാം, എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കണം. അപ്പൊ എന്തുമാത്രം പ്രീതിയായിരിക്കും ഭഗവാന് സക്കുബായിയുടെ ഉള്ളത്. അങ്ങനെ കെട്ടിയിടുമ്പോ സക്കുബായി നോക്കാൻ നേരത്ത് ഒരാൾ ഡോർ തുറന്നു വരുന്നത്, സെയിം സക്കുബായിയെ പോലെ ഇരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ സക്കുബായിനോട് പറയും, അത് ഭക്തന്മാരെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് പോകുന്നു പറഞ്ഞ് കയറഴിക്കുക. അപ്പൊ സക്കുബായി പറയും, വെയിറ്റ്, നിങ്ങൾ ആരാണ് എന്നെ പോലെ ഇരിക്കുന്നത്? എനിക്ക് ഭയങ്കര അതിശയം. അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. നമുക്ക് പാണ്ഡുരംഗ ഭഗവാനെ കാണണോ അത് ഈ കാര്യങ്ങൾ തിരക്കണോ? അപ്പൊ വേണ്ട, എനിക്ക് ഭഗവാനെ കണ്ടാൽ മതി, നിങ്ങൾ ആരും ആയിക്കൊണ്ടോട് കുഴപ്പമില്ല. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ അവർ നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഞാൻ മാനേജ് ചെയ്തോളാം, ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളെ പോലെയല്ലേ ഇരിക്കുന്നത്, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയും. അപ്പൊ ഇല്ലില്ല, നിങ്ങൾ അവർ ഉപദ്രവിക്കും, അടിക്കും, ഒരുപാട് ജോലി ചെയ്യിക്കും. അപ്പൊ പറയും ഇല്ലില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോന്ന് പറയും. ഇത് കേട്ടിട്ട് സക്കുബായിന്റെയും ഇറങ്ങി ഓടയാണ്. ഓക്കെ, മാനേജ് ചെയ്യാൻ ആളുണ്ടല്ലോ, ഇനി കുഴപ്പമില്ല, അത് ഭഗവാൻ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സക്കുബായിയുടെ മൈൻഡിൽ വേറെ ഒന്നുമില്ല, ഇത് ആരാണ് എന്താണെന്ന് സക്കുബായി തിരക്കാൻ നിൽക്കുന്നില്ല. സക്കുബായിക്ക് പാണ്ഡുരംഗനെ കാണണം, ഭഗവാനെ കാണണം, ഇറങ്ങി ഓടുകയാണ്. അപ്പൊ ആ ഭക്തന്മാർ കുറെ നേരം വെയിറ്റ് ചെയ്ത് കണ്ടില്ല, അവര് പോയി. സക്കുബായി സിഞ്ചിരപുരത്തുനിന്ന് പാണ്ഡുരംഗനെ കാണാൻ അത്രയും ദൂരം ഓടിപ്പോയി. കാലുകൾ നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ കിതയ്ക്കും. ഞാനൊക്കെ ഇവിടെ നിന്ന് ടെമ്പിളിൽ നിന്ന് റോഡ് വരെ ഓടിയത് തന്നെ പിന്നെ എനിക്ക് ശ്വാസം കിട്ടത്തില്ല. സക്കുബായി അങ്ങനെയല്ല, സക്കുബായി ഓടി നിർത്താതെ ഓടുകയാണ്. പാണ്ഡുരംഗ കൃഷ്ണ, രുക്മിണി ദേവി, വിട്ടല വിട്ടല പാണ്ഡുരംഗ, പാണ്ഡുരംഗ വിട്ടല, ശ്രീഹരി വിട്ടല പാണ്ഡുരംഗ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കാല് മുറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ട് വേറൊന്നുമില്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പ്യൂർ ഹാർട്ട്, എന്താണോ ശ്രവണം ചെയ്ത് അത് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കുറെ ഭക്തന്മാർ പുറകെ ഓടുകയാണ്. അവര് തളർന്നു, അവരെ കൊണ്ട് പറ്റുന്നില്ല. ഓടി ചെന്നിട്ട് എന്താണ് സംഭവിച്ചത്? പാണ്ഡുരംഗനെ കാണാൻ പോകുന്നത്. അപ്പൊ അതേ സമയത്ത് ഇവിടെ എന്ത് പറ്റി? ഇവിടെ റൂമിൽ കെട്ടിയിട്ടേക്കാണ്. ഭർത്താവ് മെസ്സേജ് വരുത്തിട്ട് ഓക്കെ, ഒരു ദിവസം ഫുഡൊന്നും കൊടുത്തില്ല, രാത്രിയായി, ശരി ഇന്ന് ഫുഡൊന്നുമില്ല, ഉറങ്ങിക്കുമെന്ന് പറഞ്ഞു. അതിന് പ്രശ്നമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, നിന്നെ കൊണ്ടുപോവാം, പാണ്ഡുരംഗനെ കാണാൻ ഞാൻ കൊണ്ടുപോവാം, ഒന്ന് മനസ്സൊക്കെ അലിഞ്ഞ്. പക്ഷേ ഭയങ്കര സ്നേഹം ഭർത്താവിന് അന്ന്. അമ്മായിയമ്മയ്ക്ക് ചെറിയൊരു സ്നേഹം, എന്താണെന്ന് അറിയാൻ വയ്യ. കാരണം നിൽക്കുന്ന ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. മായാദേവി വന്നു എന്നാണ് പറയുന്നത്, മായാരൂപത്തിൽ മായാദേവി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സ്നേഹമുണ്ട്, കാരണം ബാക്കിയുള്ള ദിവസത്തിനെക്കാട്ടി സ്നേഹം. ശരി ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ അവരെല്ലാം ഉറങ്ങാൻ പോകും. പിറ്റേ ദിവസം സക്കുബായി ഈ സമയം എന്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കാണാനായിട്ട്, നിർത്തുന്നില്ല, തളർന്ന് വിയർക്കുന്നുണ്ട്, രോമങ്ങളെല്ലാം ഇഴിച്ചു നിൽക്കുന്നു. കാരണം ഭഗവാനെ കാണാൻ ചാൻസ് കിട്ടിയ, ലൈഫിൽ ഫസ്റ്റ് ടൈം ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ്. ഓടി ചെന്നിട്ട് പാണ്ഡുരംഗനെ കാണാൻ. പിറ്റേ ദിവസം പാണ്ഡുരംഗനെ കാണണം, ഭഗവാനെ നമസ്കരിക്കുന്നത്, ഭഗവാനെ കീർത്തനം ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഭഗവാനെ പോയി തൊടാൻ പറ്റും, ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ പാദങ്ങളിൽ പോയി തൊടാൻ പറ്റും. ഇതേ ഓടി ചെന്നിട്ട് കീർത്തനം ചെയ്തുകൊണ്ട് പോയി ഭഗവാനെ കെട്ടിപ്പിടിക്കുകയാണ്, ഭഗവാൻ മുത്തം കൊടുക്കുകയാണ്. സാക്ഷാൽ കൃഷ്ണന്, എന്റെ ഭർത്താവാണ്, എല്ലാവരുടെയും നാഥൻ, നമ്മുടെ എല്ലാവരുടെയും നാഥൻ ആരാണ്? ഭഗവാനാണ്. ആ ഒരു സ്നേഹത്തിൽ, ഇഷ്ടത്തില് ജഗന്നാഥ ഭഗവാനെ, പാണ്ഡുരംഗനെ പോയി, കൃഷ്ണനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഒരു പ്രകാശം ഉണ്ടാവും അവിടെ. ഭയങ്കര പ്രകാശം ഉണ്ടായിട്ട് ഈ സക്കുബായി വന്നിട്ട് ആ വിഗ്രഹത്തിലോട്ട് അലിഞ്ഞു ചേർന്നു എന്നാണ് പറയുന്നത്. പിന്നെ കാണാനില്ല. അവിടെ എല്ലാവരും ഞെട്ടി. അപ്പൊ എല്ലാവരും, ഇത്രയും പേര് കണ്ടോണ്ട്, ഇത്രയും വിശേഷമായ ദിവസത്തില് ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. അപ്പം ഇതാരാണ്? സക്കുബായി ആണെന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്ത് ഓടി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാൻ ചെന്നു. പെട്ടെന്ന് ഇൻഫർമേഷൻ പോയി, പിറ്റേ ദിവസം തന്നെ, ഡേ ടൈമിൽ തന്നെ. അപ്പൊ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ വന്നിട്ട് പശുവിനെ കറക്കുന്ന, തറ തുടയ്ക്കുന്ന, കുക്കിംഗ് ചെയ്ത് കൊടുക്കുന്ന, ക്ലീനിങ് ചെയ്ത് കൊടുക്കുന്ന, പശുവിന്റെ ചാണകമെല്ലാം വൃത്തിയാക്കുന്ന, ആ ഒരു ദിവസം ഫുൾ വീട്ടു ജോലി ചെയ്തു ഭഗവാൻ. എന്തുകൊണ്ടാണ് ചെയ്തത്? ആരാണോ ഭഗവാന്റെ നോളേജ് കേൾക്കുന്നത്, ആരാണോ ശ്രവണം ചെയ്യുന്നത്, അവർ എൻ്റെ അടുത്ത് എത്തും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 68-ലും 69-ലും പറഞ്ഞതുപോലെ, ആരാണോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, അതിലും വലിയ പ്രിയപ്പെട്ടവൻ ആരുമില്ല. അപ്പൊ നമ്മളും എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ ജ്ഞാനം നമ്മൾ കേൾക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക, അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഭഗവാൻ ഗുരുമഹാരാജ് എല്ലാം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത് നമ്മൾ ചെയ്യുക. ഇപ്പൊ സക്കുബായി ഇവിടെ അതാണ് ചെയ്തത്. അപ്പൊ അവര് വന്നിട്ട് എന്ത് പറയും? അറിഞ്ഞോ നിങ്ങളുടെ ഭാര്യ വന്നിട്ട് ഇങ്ങനെ വളരെ വലിയ ഭക്തയാണ്, ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു, ഇങ്ങനെ നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരുന്നു പറയും. ഇത് കേൾക്കാൻ നേരത്ത് അതെങ്ങനെ ശരിയാവും? ഇവിടെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കാൻ നേരത്ത് ആ ആളിനെ കാണാനില്ല.
അപ്പൊ ഇവർക്ക് മനസ്സിലാവും ഈ പറയാൻ വന്ന ഭക്തൻ. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ല, ഇതാണ് സംഭവം എന്നുണ്ട്. ഇവിടെ വന്ന വേറെ ആരാണ്, അതിന് സാക്ഷാൽ ഭഗവാനാണോ എന്ന് അറിയത്തില്ല. അപ്പൊ ഇത്രയും വലിയ ഭക്തയാണോ നമ്മൾ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങും. ഒന്നും ചെയ്യാൻ പറ്റില്ല, പാപങ്ങളെല്ലാം ചെയ്തു പോയി. അതുകൊണ്ട് നമുക്കറിയത്തില്ല സാക്ഷാൽ ജഗന്നാഥൻ, കൃഷ്ണ ഭഗവാൻ, നമ്മൾ ആരൊക്കെ എത്രത്തോളം പ്യൂരിഫൈഡ് ആണ് നമുക്കറിയത്തില്ല. എങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്? ഒരു ഭിക്ഷക്കാരനായിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒരു സുഹൃത്തായിട്ടായിരിക്കും വരുന്നത്, ഒരു അപരിചിതനായിട്ടായിരിക്കും വരുന്നത്. നമ്മളെല്ലാവരും ദയോടുകൂടി പെരുമാറുക. നമുക്കറിയത്തില്ല നമ്മളെപ്പോൾ നമ്മൾ ശരീരം ഉപേക്ഷിച്ച് പോകുന്നുള്ളത്. ദയോടുകൂടി പെരുമാറുക. അതിലുപരി ഭാഗവത ജ്ഞാനം എല്ലാവരും പഠിക്കുക. എങ്ങനെയാണോ ഭഗവാൻ പറഞ്ഞത്, മഹാരാജ് ഇവിടെ ഇൻസിസ്റ്റ് ചെയ്ത് നമ്മൾ പറയാനായിട്ട്, ഭാഗവതം എപ്പോഴും പറയാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ അറിയാന്നുള്ളതാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി ചക്രപ്രഭു. വളരെ മനോഹരമായ കഥകളാണ് പ്രഭു പറയുന്നത്. നന്നായിരുന്നു പ്രഭു, സന്തോഷം. ഹരേ കൃഷ്ണ. ഗുരു മഹാരാജ് കി ജയ്. മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ദർശനത്തിലേക്ക് പോവാം. ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജ് കി ജയ്. ഒരു നിമിഷം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഹൃദയ കമലങ്ങളിൽ റെഡിയാക്കി വെച്ചേക്കുക. ഭഗവാന്റെ ദർശനം എടുക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭഗവാന്റെ ഭക്തി കിട്ടട്ടെ, എല്ലാവർക്കും ഭഗവാന്റെ പ്രസൻസ് കിട്ടട്ടെ, സാക്ഷാൽ ജഗന്നാഥന്റെ കൃഷ്ണന്റെ ദർശനം എല്ലാവർക്കും ഉണ്ട്, ഭഗവാന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടട്ടെ. എന്താണോ പ്രഭുപാദും ഗുരുമഹാരാജും നമുക്ക് പറഞ്ഞു തന്നത്, എല്ലാവരും ഭാഗവതം പഠിക്കുക. അത് എത്രത്തോളം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. മഹാരാജ് പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷനിലോട്ട് തനിയെ എത്തും. പിന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കോളിൽ പറഞ്ഞത്, നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, ഭഗവാൻ മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ടൈം